വല്ലാത്ത ഒരു വികാരമാണ്, വല്ലാത്ത വാക്കുകളാണ്. അർശിൽ വരവേൽക്ക് നൽകപ്പെട്ട പുണ്യ നബിയുടെ വിരുന്നുകാരായി ഞങ്ങൾ മദീനയിലെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയെത്തുമ്പോ നമ്മൾ അതിഥികളാണ്. നമ്മുടെ ആതിഥേയൻ സാധാരണക്കാരനായ ആതിഥേയനല്ല, പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലാകട്ടെ അർശിലെ വിരുന്നുകാരനാണ്. അല്ലാഹുവിന്റെ അർശിലേക്ക് അല്ലാഹു വരവേൽപ്പ് നൽകി സ്വീകരിച്ച പുണ്യ മുഹമ്മദ് മുസ്തഫ. കണ്ടാലും കണ്ടാലും മതിവരാത്ത അനുഭവമാണ് മദീന പട്ടണം. ആങ്കോം കോജോ ठंडक बख्शा गुंबद खिजराए साहे देख के जिसको जी नहीं धरता शहर मदीना ऐसा है. കണ്ടാലും കണ്ടാലും മതിവരാത്ത അനുഭവമാണ്. ആ മദീന പട്ടണത്തിൽ വിരുന്നുകാരായി നമ്മൾ ചെന്നണഞ്ഞതാണ്. സ്വീകരിക്കാനെത്തിയ ആതിഥേയൻ പുണ്യ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പരസ്പര ബന്ധങ്ങൾ കുറയുകയും ഈ ലോകത്ത് ആളുകൾക്കിടയിൽ ബന്ധങ്ങളും കടപ്പാടുകളും കുറയുകയും ധാർമ്മിക മൂല്യങ്ങൾക്ക് ക്ഷീണം പറ്റുകയും ചെയ്യുമ്പോൾ കമ്പോളത്തിന് വേണ്ടി, ഭോഗപരതണ്ടി, കച്ചവടത്തിന് വേണ്ടി, വ്യാപാരപരതയ്ക്ക് വേണ്ടി, വാണിജ്യ രംഗത്തിന് വേണ്ടി ജീവിത മൂല്യങ്ങളെ കൊണ്ടുപോയിട്ട് ഹോമിക്കുകയും ചെയ്യും കാലഘട്ടത്തിൽ അവിടുത്തെ ഓർമ്മ പോലും പുണ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം മദീനയിലെ ഒരു ജനാസയെ ഖബറടക്കുന്ന ചടങ്ങിൽ പുണ്യനബി പങ്കെടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനാസയുടെ ഖബറടക്കൽ ചടങ്ങിൽ ഖബറിന്റെ വക്കത്തിരുന്നു കൊണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നന്മ ഉപദേശിക്കുകയാണ്. ആ സമയത്തൊരു സഹോദരി വന്നുകൊണ്ട് അവിടുത്തെ ക്ഷണിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് നേരമായില്ലയോ? എന്റെ ക്ഷണം സ്വീകരിച്ചു വന്നാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് അണഞ്ഞാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ചെറിയ ഭക്ഷണത്തിൽ പങ്കുകൊണ്ടാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പുണ്യ റസൂല് ആ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നു. ആടുമാംസം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വിളമ്പി വെച്ചു പുണ്യ റസൂലിന്റെ തിരുമുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ വന്നെത്തിയ സഹാബത്തിന്റെ മുമ്പിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്റെ കൈ മാംസ കഷ്ണത്തിൽ വെച്ച നബി തന്റെ കൈ പിൻവലിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മിണ്ടാതിരുന്നു കൊണ്ട് ആതിഥേയായ തന്റെ സഹോദരിയായ വീട്ടുകാരിയോട് ചോദിക്കുന്നു, ഈ ആട് ഏതാടാണ്? ഇത് എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? എങ്ങനെയാണ് ഈ ആടിനെ അറുത്തത്? എവിടെന്നാണ് ഈ ആടിനെ ലഭിച്ചത്? എങ്ങനെയാണ് ഈ സദ്യ ഒരുക്കിയത്? ആ സഹോദരി പറയാൻ തുടങ്ങി, അങ്ങിവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങേക്ക് ഭക്ഷണം കഴിപ്പിക്കണമെന്ന് തോന്നി, അങ്ങേ സൽക്കരിക്കണമെന്ന് തോന്നി. അങ്ങാടിയിൽ അന്യായമായത് ഭക്ഷിക്കരുതേ, അന്യായമായത് തിന്നരുതേ, സമ്മതമില്ലാതെ അന്യന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതിനെ അപഹരിക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ ആചാരങ്ങളിലൂടെ, ഉന്നതമായ നന്മകളിലൂടെ, ഉന്നതമായ പ്രമാണങ്ങളിലൂടെ, ഉന്നതമായ ജീവിത ബോധനത്തിലൂടെ, നന്മയുടെ തിരുബന്ധാവിലൂടെ ഇന്ന് പണമാണെങ്കിൽ പണം, ഇന്ന് പണത്തിന് വേണ്ടി എന്തും, എല്ലാം പണത്തിന് വേണ്ടി, എല്ലാം പണത്തിന് വേണ്ടി, കലാരംഗം പണത്തിന് വേണ്ടി, സാഹിത്യരംഗം പണത്തിന് വേണ്ടി, എല്ലാം പണം അടിയറ വെച്ചപ്പോ വില കുറഞ്ഞ് മനുഷ്യന്റെ വില കുറഞ്ഞ് സ്ത്രീക്ക് സംഭവിച്ച അധപ്പതനത്തെക്കുറിച്ച് ആളുകൾ പരാതി പറയുമ്പോൾ പെണ്ണിനെ പരസ്യപ്പലകയിൽ നിർത്തിയ കമ്പോള സംസ്കാരത്തിന്റെ കുതന്ത്രങ്ങളെ മനുഷ്യർ കണ്ടറിയുന്നില്ല. അവിടെയും പണമാണ്. മാതാവിന്റെ സ്ഥാനത്ത് നിർത്തേണ്ട, പെങ്ങളുടെ സ്ഥാനത്ത് നിർത്തേണ്ട, സഹധർമ്മിണിയുടെ സ്ഥാനത്ത് നിർത്തേണ്ട, സഹോദരിയുടെ സ്ഥാനത്ത് നിർത്തേണ്ട, ഉന്നതമായ സമൂഹത്തിന്റെ കുടുംബത്തിന്റെ നായക സ്ഥാനത്ത് നിർത്തേണ്ട
പെണ്ണിനെ, സ്ത്രീത്വത്തെ അപമാനിച്ച് അവഹേളിച്ച് പരസ്യ പലകയിലെ നാണയത്തുട്ടിന്റെ വെളുവെളുപ്പുള്ള പെണ്ണിന്റെ സ്ഥാനത്തിലേക്ക് പ്രപഞ്ചത്തിന്റെ ഛായാചിത്രത്തിലെ വർണ്ണമായ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവന്നപ്പോഴും എവിടെയും പണത്തിന്റെ ആധിപത്യമാണ്. जी नहीं धरता शहर मदीना ऐसा है. എത്ര ഓർത്താലും മനസ്സിൽ നിന്ന് പോകാത്ത കുളിർമ പോലെ, ഒരിക്കലും മനസ്സിൽ നിന്ന് അസ്തമിക്കാത്ത നന്മ പോലെ പുണ്യനബിയുടെ തിരുപട്ടണം പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉന്നതമായ ആ കുടുംബം മുഴുവനും ആ പാരമ്പര്യത്തിൽ നിലകൊണ്ടു. ആ ഉന്നതമായ പാരമ്പര്യം തന്നെ ഇബ്രാഹീമി പാരമ്പര്യത്തിൽ പൂത്തതാണ്, ഇബ്രാഹീമി ഇതിഹാസമാണ്. ഈദുൽ അദ്ഹായോട് ബന്ധപ്പെട്ട ഒരു രാത്രി ഇവിടെ സമ്മേളിക്കുമ്പോൾ നമ്മൾ ആ പാരമ്പര്യത്തെ കുറിച്ച് ഓർക്കുന്നു. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈറി ദീ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ഹസ്രത്ത് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആ പുണ്യമണ്ണിൽ പ്രാർത്ഥിച്ചതിന്റെ ആ പരമ്പര പൂത്തുലഞ്ഞതിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈറി ദീ സറ. അല്ലാഹുവേ, എന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ചിലരെ ഒരു കൃഷിയോ ഒരു തളിരോ ഇല്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാനിതാ പാർപ്പിക്കുകയാണ്. ഹജ്ജിന്റെ സുഗന്ധം അസ്തമിച്ചിട്ടില്ലാത്ത ദുൽഹജ്ജിന്റെ രാവുകളിൽ ഒന്നിൽ നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാതെ പോകരുത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, ഇബ്രാഹീമിന്റെയും കുടുംബത്തിന്റെയും മേൽ അനുഗ്രഹം ചൊരിഞ്ഞ പോലെ മുഹമ്മദിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെയും മേൽ അനുഗ്രഹം ചൊരിയണമേ. കൃഷിയോ തളിരോ ഇല്ലാത്ത മരുപ്പറമ്പിൽ എന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ചിലരെ ഞാൻ പോയി പാർപ്പിച്ചു. റബ്ബനാ ലിയുഖീമുസ്സലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം. അതുകൊണ്ട് ആളുകളുടെ ഹൃദയങ്ങളെ ഞാൻ അവിടെ കൊണ്ടുപോയി വെടിഞ്ഞ എന്റെ മക്കളുടെ നേർക്ക് കാരുണ്യത്തോടെ ചേർത്തി കൊടുക്കണേ തമ്പുരാനെ എന്ന് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യനാഗരികതയുടെ പ്രപിതാമഹനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. അവർക്ക് സകല പഴങ്ങളും നൽകണമേ അല്ലാഹ്. അവർക്ക് സകല പഴങ്ങളും നൽകണമേ, ചൊരിഞ്ഞു നൽകണമേ അല്ലാഹ്. ലഅല്ലഹും യശ്കുറൂൻ. അവർ ശുക്ർ ചെയ്യാൻ, അവർ നന്ദിയുള്ളവരായി തീരാൻ, അവർ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് ഈ ഉന്നതമായ സ്ഥാനം ഞങ്ങൾ നൽകിയിട്ടുള്ളത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരമ്പര്യത്തെക്കുറിച്ച് ഊറ്റം കൊണ്ടുകൊണ്ട് നമ്മെ അറിയിക്കുകയാണ്. ഇസ്മായിൽ എന്ന കുഞ്ഞിന്റെ ഉന്നതമായ മാതൃക പൂത്തുലയുന്ന ദിവസവും പൂത്തുലയുന്ന ചരിത്രവും ഇതിന്റെ ഭാഗമാണ്. ഇസ്മായിൽ എന്ന കുഞ്ഞ് കാലിട്ടടിച്ചപ്പോൾ അവിടെ കിളിർത്ത സംസമിന്റെ മഹാത്മ്യമാണ്.
2 കുഞ്ഞുങ്ങളാണ് തൊട്ടിലിൽ നിന്ന് സംസാരിച്ചത്. ലോകത്തെത്രയെത്രയോ കുഞ്ഞുങ്ങൾ, അത്ഭുതം കാണിച്ച കുഞ്ഞുങ്ങൾ. ഒരു കുഞ്ഞിന്റെ കാലടിപ്പാടുകളിൽ നിന്ന് സംസം മുറപൊട്ടി ഒഴുകിയെങ്കിൽ വേറെ 2 കുഞ്ഞുങ്ങൾ തൊട്ടിലിൽ നിന്ന് സംസാരിച്ചുവെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മറിയമിന്റെ മകനായ ഈസാ, ഒന്ന് ജുറൈജിനെ പറ്റി ആരോപിക്കപ്പെട്ട സംഭവത്തിൽപ്പെട്ട കുഞ്ഞ്. അള്ളാഹു സംസാരിക്കാൻ അവസരം നൽകിയപ്പോൾ ആ 2 പേരും സംസാരിച്ചതിനെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തുപോവുകയാണ്. ആ ഇസ്മായിൽ എന്ന കുഞ്ഞിന്റെ പാരമ്പര്യത്തിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധന്യമായ കുടുംബത്തിന്റെ ചരിത്രവും അതിന്റെ പാരമ്പര്യവും അത്യത്ഭുതകരമായിട്ട് നിലകൊള്ളുന്നു. ആ കുടുംബത്തിന്റെ പാരമ്പര്യം എത്രമേൽ ധന്യമെന്ന് ചോദിച്ചാൽ, ഖദീജ റളിയല്ലാഹു അൻഹാ ഒരു ഭാഗത്ത്, ഖദീജ നിനക്ക് ജിബ്രീൽ സലാം അറിയിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹായുടെ സ്ഥാനം ഉന്നതമായ മഹത്വത്തിന്റെ സ്ഥാനം പോലെ അടുത്ത വീട്ടിലെ ഇറാനിയൻ പേർഷ്യക്കാരൻ വന്നുകൊണ്ട് പുണ്യ നബിയെ ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സിന്റെ ശ്രദ്ധ ചെറിയ രീതിയിൽ മാറുമ്പോഴേക്ക് അത് നമ്മളെ വിഷയത്തിന്റെ ബർക്കത്തിനെ ബാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും 3 സലാത്തിലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അലൈഹി വസല്ലിം. ഖദീജ, ജിബ്രീൽ നിനക്ക് സലാം അറിയിക്കുന്നു ഖദീജ. സ്വർഗത്തിൽ നിനക്കൊരു പ്രത്യേക വാസസ്ഥാനമുണ്ടെന്നും ജിബ്രീൽ നിന്നെ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തുന്നു ഖദീജ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ സ്ഥിതിയോ, സ്വർഗീയ നാരികളുടെ നായക സ്ഥാനം നിനക്ക് ലഭിക്കുകയും നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഴുവൻ ആളുകൾക്ക്, പെണ്ണുങ്ങൾക്ക് നേതൃത്വം അണിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലേ മോളെ ഫാത്തിമ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ആലോചിച്ച് നോക്കുക സഹോദരന്മാരെ, ഖദീജ നിനക്ക് ജിബ്രീൽ സലാം അറിയിക്കുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹാ, മോളെ സ്വർഗീയ നാരികളുടെ നായക സ്ഥാനം നിനക്ക് ഇഷ്ടമല്ലേ ഫാത്തിമ എന്ന് മകളോട്, പത്നിയോടാകട്ടെ ജിബ്രീൽ നിനക്ക് സലാം അറിയിക്കുന്നു. ഈ ഫാത്തിമയുടെ മക്കളായ ഹസൻ ഹുസൈനോ സയ്യിദൈ ശുബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവസമൂഹത്തിന്റെ നേതാക്കളാണവർ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. നബിയെ, അങ്ങേക്ക് റബ്ബ് നൽകുക തന്നെ ചെയ്യും, അങ്ങ് തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അരുളി ചെയ്യുകയാണ്, ഓരോ നബിയും തന്റെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ ഒരു ദുആ പ്രാർത്ഥിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കതീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. അല്ലാഹുവേ, ഈ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹ സമൂഹങ്ങൾ, അതെല്ലാം ഒരുപാട് ജനങ്ങൾക്ക് മാർഗഭ്രംശം, ദുർമാർഗം നൽകി റബ്ബേ. എത്രയോ ആളുകളെ വഴിതെറ്റിച്ചു റബ്ബേ. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. എന്നെ വല്ലവരും പിൻപറ്റുന്നുവെങ്കിൽ അവരെന്നിൽപ്പെട്ടവരാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുവെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിയോ പ്രാർത്ഥിച്ചു, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് ഫഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം.
അല്ലാഹുവേ നീ ഇവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണെന്ന് ഈസാ നബി തന്റെ ജനതയെക്കുറിച്ച് അല്ലാഹുവിനോട് വേവലാതിയോടെ പറഞ്ഞുപോയി. ഫഇൻ തഗ്ഫിർ ലഹും, എന്റെ ഈ ജനത്തിന് നീ പുറത്തു കൊടുത്താലോ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ സർവശക്തനും സർവനയജ്ഞനുമാണ് റബ്ബേ, തത്വജ്ഞനുമാണ് റബ്ബേ. പുറത്തു കൊടുത്താൽ ഉത്തമം റബ്ബേ, നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിയാറുകളാണ് റബ്ബേ. ഇങ്ങനെ ഇബ്രാഹിം തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈസയും തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അലൈഹിമുസ് സ്വലവാത്തു വത്തസ്ലീമാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും 2-3 വട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്തു, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായമേ, അല്ലാഹുവേ എന്റെ സമൂഹം, എന്റെ സമൂഹം, എന്റെ സമൂഹം. ഇബ്രാഹിം പ്രാർത്ഥിച്ചു തന്റെ ജനതയ്ക്ക് വേണ്ടി, ഈസ പ്രാർത്ഥിച്ചു തന്റെ ജനതയ്ക്ക് വേണ്ടി. അംർ ഇബ്നുൽ ആസ് പറയുകയാണ്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് ഉമ്മത്തിനെ ഓർത്ത് വിലപിച്ചപ്പോൾ അല്ലാഹു ജിബ്രീലിനെ പുണ്യസന്നിധിയിലേക്ക് നിയോഗിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ വന്നുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വിഷമിക്കരുത്, അങ്ങ് പ്രയാസപ്പെടരുത്, അങ്ങേ അല്ലാഹു കൈവടിയുകയില്ല, അല്ലാഹുവിനെല്ലാം അറിയാം. വറബ്ബുക അഅലം, നിങ്ങളുടെ റബ്ബിനറിയാം നബിയെ, അതുകൊണ്ട് പ്രയാസപ്പെടരുതേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുഃഖിക്കരുതേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ ജിബ്രീലിനോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നു, എന്താണത്? അല്ലാഹു അറിയാമെന്ന് ജിബ്രീലേ നിങ്ങൾ പറഞ്ഞതെന്താണ്? ഉടൻ തന്നെ ജിബ്രീൽ പരിശുദ്ധ റസൂലിനെ അറിയിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നാ സനറുദീക ഫീ ഉമ്മതിക വലാ തസുക്, നബിയേ നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരുമെന്ന് മാത്രമല്ല, അല്ലാഹു ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ, നബിയേ അല്ലാഹു നിങ്ങൾക്ക് തരികയും അല്ലാഹു ധാരാളമായി അങ്ങേക്ക് പ്രദാനം ചെയ്യുകയും അല്ലാഹു താങ്കളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അരുളി ചെയ്തു. ഉന്നതമായ ആ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദുഃഖത്തിന്റെയും ആനന്ദത്തിന്റെയും വികാരങ്ങൾ പടർത്തുന്നു. ഉന്നതമായ വിചാരത്തിന്റെ, ഉന്നതമായ അവസ്ഥാവിശേഷത്തിന്റെ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. എല്ലാവരും അങ്ങോട്ട് നോക്കിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരാൾ നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ് ഒരാൾ റോട്ടിൽ കൂടി പോണതെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ട് പുണ്യ റസൂലിനെ കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും വീണ്ടും പറയാണ്, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹിൽ മുമജ്ജദി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹിൽ മുമജ്ജദി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി. ഈ സലാത്ത് ചൊല്ലിക്കൊണ്ടാണ് 3 കൊല്ലം മുമ്പ് ഈ സദസ്സ് പിരിഞ്ഞത്. അവസാനം സദസ്സ് എഴുന്നേറ്റ് നിന്നു, പോകാൻ വേണ്ടി തീരുമാനിച്ചു. സദസ്സ് പിരിഞ്ഞു. അത്താഴത്തിന് അല്പസമയമേ ബാക്കിയുള്ളൂ. വന്നവർ ഓർക്കുന്നുണ്ടാകും, പക്ഷേ വന്നവരിൽ ആരൊക്കെയോ പരലോകത്തേക്ക് യാത്ര ചെയ്തു പോയിരിക്കുന്നു. ഈ വിനീതൻ അറിയുന്ന ഓർക്കുന്ന എത്രയോ മുഖങ്ങളുണ്ട്. ഇവനും നിങ്ങൾ ഓർക്കുന്ന എത്രയെത്രയോ മുഖങ്ങളുണ്ട്. നമ്മൾ അറിയാതെ കിടക്കുന്ന എത്രയെത്രയോ മുഖങ്ങളുണ്ട്. ആ സ്വലാത്തുകളുമായി അവർ ഭാണ്ഡവും കെട്ടിയിട്ട് ഖബറിലേക്ക് യാത്രയായി. അതുകൊണ്ട് ഇതൊക്കെ പരലോകത്തിന്റെ നിയ്യത്തിൽ നിർത്താൻ ശ്രമിക്കണം. ഭൗതികമായ കാര്യങ്ങളെ അപ്പുറത്ത് വിട്ടേച്ചിട്ട് ഇവിടെ വന്നിരിക്കണം. ആത്മാവ് യാത്ര ചെയ്തു പോകണം. അതിനാണ് നമ്മൾ തുടങ്ങിയത് തന്നെ. മർഹബാ സല്ലി അലാ
അസ്തംസനാ ഖാനേ റസൂൽ. പരിശുദ്ധ നബിയുടെ പ്രകീർത്തനത്തിന്റെ ആത്മാവിലേക്ക് പ്രവേശിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തിരുമദ്ഹിന്റെ സദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പുണ്യ നബിയുടെ അവദാനങ്ങൾ പൂക്കുന്ന സദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അധർമ്മത്തെ ചെറുക്കാനുള്ള ഉന്നതമായ പ്രകാശ ശക്തിയെ നെഞ്ചത്ത് കുത്തി നിറക്കുന്ന സദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉന്നതമായ അനുഗ്രഹത്തെ ഉന്നതമായ ജീവിതത്തിന്റെ അനുഭൂതിയാക്കിയിട്ട് കാത്ത് സൂക്ഷിക്കുന്ന സദസ്സ്. ഇത് ഈ ഭൂലോകത്തിന്റെ ഫിത്ന ഫസാദുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഹിദായത്തിന്റെ ഒരാലംബത്തെ മുറുകെ പിടിക്കാനുള്ള മരുന്ന് നൽകുന്ന സദസ്സ്. ആ മരുന്ന് നമ്മളല്ല നൽകുന്നത്, അല്ലാഹു നൽകേണ്ടതാണ്. മരുന്ന് പരിശുദ്ധ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പുണ്യമേറിയ സലാത്ത് മാത്രമാണ്. ഇഷ്ക് ഗം ദിൻ രാത് പീന, രാവും പകലും കുടിക്കേണ്ടത് ആ സ്നേഹമാണ്, പുണ്യ നബിയുടെ സ്നേഹമാണ്. അഷ്ക് ഗം ദിൻ രാത് പീന, ഇഷ്ക് ഗം ദിൻ രാത് പീന, ഇസ് തമന്നാ മേ ഹെ ജീന, അൽ മദീന ചൽ മദീന. മദീനയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവന്റെ ആത്മാവ് സ്നേഹത്തിന്റെ മധുപാനം ചെയ്യേണ്ടതാണ്. അല്ലാഹു ഞങ്ങളെ പരിശുദ്ധ മക്കയിലും മദീനയിലും എത്തിച്ചു നൽകണമേ അല്ലാഹ്. ഇവിടത്തെ ഒരു ദുആ കൊണ്ട് മക്കയുടെ കഅബ ശരീഫിന്റെ വലയം വെക്കാനും പുണ്യമദീനയിൽ പുണ്യപാദങ്ങളിൽ ചെന്ന് നിൽക്കാനും ആഗ്രഹിക്കാത്ത ആണുങ്ങളുണ്ടോ പെണ്ണുങ്ങളുണ്ടോ, ഉമ്മ പെങ്ങന്മാരുണ്ടോ, ഇക്കാക്ക കാരണവന്മാരുണ്ടോ? അതുകൊണ്ട് കൽബിനെ ഒരു ദുആയുടെ ഒരു നിയ്യത്തിൽ നിർത്തുക സഹോദരന്മാരെ, സലാത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിർത്തുക. യോഗം കേൾക്കാൻ വന്ന പോലെ, പ്രസംഗം കേൾക്കാൻ വന്ന പോലെ ഒരിക്കലും ഇരുന്നിട്ട് ഈ സംഗതിയുടെ ലക്ഷ്യമോ അതിന്റെ മഹത്വമോ പ്രാപിക്കാൻ കഴിയില്ല. ഇഷ്ക് ഗം ദിൻ രാത് പീന, അഷ്ക് ഗം ദിൻ രാത് പീന. ദുഃഖത്തിന്റെ സ്നേഹം രാവും പകലും പാനം ചെയ്യണം, ദുഃഖത്തിന്റെ കണ്ണീര് രാവും പകലും കുടിക്കണം. ഇസ് തമന്നാ മേ ഹെ ജീന, ഈ ഒരേ ഒരാഗ്രഹത്തിൽ ജീവിക്കണം. അൽ മദീന ചൽ മദീന, ആജ് നഹീ തോ കൽ മദീന. ഇന്നല്ലെങ്കിൽ നാളെ പുണ്യ മദീനയിൽ എത്തിച്ചേരേണ്ടതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. സാമതായിട്ട് അവന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ല് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വന്നുകൊണ്ട് നബിയുടെ പിന്നാലെ കൂടിയിട്ട് ചോദിക്കുന്നു, ഞാൻ ആകെ ചൊല്ലുന്നതിന്റെ 1/3 അങ്ങയുടെ മേലുള്ള സ്വലാത്താക്കട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി വരുന്നു, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. ആ സഹാബി പിന്നെയും പറയുന്നു, എങ്കിൽ ചൊല്ലുന്നതിന്റെ പകുതിയും സ്വലാത്താക്കട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പറയുന്നു, നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. എന്ന് വെച്ചാൽ അത് മദീന നബി പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സഹാബി 3ാമത്തെ ചോദ്യത്തിൽ പൂർത്തീകരണത്തിനെന്ന പോലെ ചോദിച്ചു, എങ്കിൽ ഞാൻ ചൊല്ലുന്നത് മുഴുവൻ ഇന്ന് മുതൽ അങ്ങയുടെ മേലുള്ള സലാത്താക്കട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മറുപടിയായിട്ട് അവിടുന്ന് മൊഴിഞ്ഞതാണ് മദീനയിലേക്കുള്ള പാത എന്ന പരിപാടിയുടെ സന്ദേശം. എങ്കിൽ അതുവരെ നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, എങ്കിൽ നീ ചൊല്ലുന്നത് മുഴുവൻ എന്റെ മേലുള്ള സലാത്താക്കാൻ നീ തീരുമാനിച്ചുവെങ്കിൽ, എങ്കിൽ അല്ലാഹു നിന്റെ ദോഷങ്ങൾ പുറത്തു തരികയും നിന്റെ ഉദ്ദേശങ്ങൾ അവൻ വീട്ടിത്തരികയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അതാണ് ഈ ലോകത്ത് ചിന്തിക്കുന്ന ആളുകൾ ആലോചിച്ച് അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള ചില പാഠങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ കാതിൽ ബാങ്ക് മുഴങ്ങുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പേര് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ മനുഷ്യൻ ഈ ഭൂലോകത്ത് നിന്ന് യാത്ര ചെയ്തു പോകുമ്പോ മയ്യിത്ത് നമസ്കാരം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു ഉപാധിയാക്കിയിട്ട് വെച്ചു. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഒറ്റ നമസ്കാരത്തിലുമില്ലാത്ത ഒരു വ്യത്യസ്തമായ ആചാരമാണ് രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ആ കെയറോഫിൽ കേണം മരിച്ചു കിടക്കുന്ന മയ്യിത്തെ നിനക്ക് അല്ലാഹു പുറത്തു തരാനെന്ന് റബ്ബ് പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സലാത്ത്, ജീവിതത്തിന്റെ വസന്തമേ സലാത്ത്, പാപങ്ങളുടെ മോചനമേ സലാത്ത്, ശിഫയേ സലാത്ത്, കരുത്തേ സലാത്ത്, അഭിമാനമേ സലാത്ത്, ഇരുലോകങ്ങളുടെ വിജയമേ സലാത്ത്. നാളെ ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ വാതിൽ പിഴച്ചു പോകുമെന്ന് പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് എന്റെ സലാത്ത് മറന്നവരായിരിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇനി ഇതെങ്ങനെ പറയേണ്ടത്? ഇനി ഇതിന്റെ പ്രാധാന്യം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ ചിലർക്ക് എന്നെ കാണാനുള്ള ദൃഷ്ടി നഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ. അതുകൊണ്ട് സലാത്ത് ഈ ഉമ്മത്തിന്റെ ജീവവായുവായിരിക്കട്ടെ. അല്ലാഹു തആല അതിനെ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കാനും നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എനിക്ക് വലിയ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും അഭിമാനവും അല്ലാഹു തആലയോട് അങ്ങേയറ്റം ശുക്റും നന്ദിയും സ്തുതിയും തോന്നുന്ന ഒരു നിമിഷം, ഏതോ ഒരു സഹോദരൻ, ഏതോ ഒരു സഹോദരി നാട്ടിൽ വെച്ചോ മറുനാട്ടിൽ വെച്ചോ ആ പ്രസംഗം കേട്ടു, ആ കാസറ്റ് കേട്ടു, ആ വാക്ക് കേട്ടു, ഞാൻ ദിവസം 1000 സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചു, ഞാൻ ദിവസം ഇപ്പൊ 500 ചൊല്ലുന്നു, ഞാനിപ്പോ 1000 ചൊല്ലുന്നു എന്ന് ഒരു സഹോദരനോ ഒരു സഹോദരിയോ, പരിചയമില്ലാത്ത ഒരു മുഖം അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാളുടെ ഒരു കത്ത് വരുന്നതാണ്. ഇവന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ സൗഭാഗ്യമേ സലാത്ത്, നമ്മുടെ ജീവിതത്തിന്റെ പുണ്യമേ സലാത്ത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യത്തിൽ വിശ്വസിച്ചവരായ മുഅ്മിനുകളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുക. അതുകൊണ്ട് ഈ സ്വലാത്തിന്റെ ഇടയിൽ ദുആ എടുക്കാനുള്ളത് മനസ്സിൽ നിയ്യത്ത് വെക്കുക. എത്രയോ സഹോദരന്മാർ സഹോദരിമാർ ഈ പരിപാടി അറിയിച്ച കാലം മുതൽ, ദിവസം മുതൽ ദുആക്ക്, അല്ലാഹു തആലയോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, അല്ലാഹു തആലയോട് കേണു പറയുന്നതിന് വേണ്ടി ഇതതിന്റെ അവസരമാണ്. അല്ലാഹു തആല നമ്മളുടെ തേട്ടങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അവനവന് അല്ലാഹുവിനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിൽ കരുതുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല നമുക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ ഇസ്സത്താക്കണേ അല്ലാഹ്, ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്, കാത്ത് രക്ഷിക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്, കൂട്ടായിരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, പ്രാർത്ഥനകൾ കൊണ്ട് മടുക്കാത്ത തമ്പുരാനെ, സൃഷ്ടിയുടെ വേദനകളെ ഏറ്റെടുക്കാനുള്ള സിംഹാസനത്തിന്റെ ഉടമസ്ഥനെ, ആരുടെ കെയറോഫിലാണ്, ആരുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ഈ ദുആ? നാളെ ഖിയാമത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു കസേരയിടും. അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു ഇരിപ്പിടമുണ്ടാകും, ഒരു കുർസി. അതിൽ ഞാൻ ഉപവിഷ്ടനാകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹായ ഹദീസാണ്, ഖൽബുള്ളവൻ ഉരുകേണ്ടതാണ്. ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കേണ്ടതാണ്. ആ
ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കേണ്ടതാണ്. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു ഇരിപ്പിടം നൽകപ്പെടും. ഞാൻ ആ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകും. അർശിന്റെ വലതുഭാഗത്തൊരു കുർസിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ അടുക്കലുള്ള ഉന്നതമായ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകേണ്ട പുണ്യനബിയെക്കുറിച്ച് ജീവിതത്തിൽ ഓർക്കുമ്പോഴോ നഫസീൽ ഹേ നമഹൽ സറാ, കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു കോട്ടയും ഉണ്ടായിരുന്നില്ല, ഒരു രമ്യഹർമ്മത്തിലും പാർത്തിട്ടില്ല. നഫസീൽ ഹേ നമഹൽ സറാ തെര ഫർശ് ഹേ ഓരിയാ, അങ്ങയുടെ ഇരിപ്പിടം, അങ്ങയുടെ കിടപ്പറയിലെ പായ ആ പരുപരുത്ത ഈത്തപ്പന ഓല തന്നെയല്ലയോ മുസ്തഫ സല്ലല്ലാഹു